ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മുടി, ഹെൽത്തി ആയിട്ടുള്ള മുടി, നിങ്ങൾക്ക് ഉള്ളോട് കൂടിയിട്ടുള്ള ഒരു മുടി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കെയർ കൊടുക്കണം, ഏതൊക്കെ പാക്ക് അപ്ലൈ ചെയ്യണം, ഏതൊക്കെ പാക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശരണ്യ. ബ്യൂട്ടി വ്ളോഗ്സുകൾ, ഹെയർ ഗ്രോത്ത് വീഡിയോസുകൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുടി, നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക എന്നതാണ് കേട്ടോ. ഈ ഒരു മഴക്കാലത്ത് മാത്രമല്ല, നമ്മൾ നോർമൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മഴക്കാലത്ത് നമ്മുടെ ഈ ഒരു ഈർപ്പമുള്ള അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ മുടിക്കായ വരാനും അതേപോലെ ഫംഗസ് ഡാൻഡ്രഫ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക, അതേപോലെ നനഞ്ഞ മുടി ചീകാതിരിക്കുക, അതൊക്കെ ശ്രദ്ധിച്ചു. പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ ജടയൊക്കെ തീർത്തതിന് ശേഷം നമ്മൾ ഒന്നല്ലാന്നുണ്ടെങ്കിൽ നെറുകയിൽ ഇങ്ങനെ കെട്ടിവെക്കുക, അതല്ല മെടഞ്ഞിട്ട് കെട്ടിവെക്കുക, അങ്ങനെ ചെയ്യാൻ നോക്കുക. നമ്മൾ പരത്തിയിട്ട് കിടന്നാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് എൻഡ്സ് കൂടാൻ, മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡെയിലി വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ആവാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഹെയർ വാഷ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ പറയാനുള്ള കാര്യം, നമ്മൾ ഹെവി ആയിട്ടുള്ള പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. സിമ്പിളായിട്ടുള്ള ഓരോ പാക്കുകൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. പെട്ടെന്നൊരു പാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉലുവയുടെ ജെല്ലായിട്ട് അതിങ്ങനെ അരച്ച് തേക്കാതിരിക്കുക, കാരണം ഒന്നും കൂടി ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആര്യവേപ്പ് അല്ലെങ്കിൽ നാളികേരം അങ്ങനത്തേക്കുള്ള മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉള്ള പാക്കുകൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും. ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ഫ്രിസിനെസ് വരാൻ, ഡ്രൈനെസ്, സ്പ്ലിറ്റ് എൻഡ്സ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഹെവി ആയിട്ടുള്ള പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഡ്രൈനെസ് കൂടും. അപ്പം നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാനും സ്പ്ലിറ്റ് എൻഡ്സ് കൂടാനും ഒക്കെ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ വീക്കിലി വൺസ് വെച്ചിട്ട് തന്നെ ആ ഒരു മന്തിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. നമ്മൾ വല്ലപ്പോഴും ഒരു വീക്ക് ചെയ്തിട്ട് പിന്നെ അത് 2 വീക്ക് കഴിഞ്ഞതിന് ശേഷം ചെയ്യാതെ ഒരു വീക്കിൽ തന്നെ നമ്മൾ ആ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർഡായിട്ടുള്ള നമ്മൾ തോർത്തുകൾ യൂസ് ചെയ്യാതെ നമ്മൾ വല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കി അങ്ങനത്തെ ഉള്ള തുണികൾ ഉപയോഗിച്ച് നമ്മൾ തല തോർത്താൻ നോക്കുക. ഈ ഒരു സമയത്ത് കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഹാർഡായിട്ട് നമ്മൾ തല തോർത്താതെ നമ്മൾ ഒപ്പി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സമയത്ത് മാക്സിമം നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇനി അഥവാ നിങ്ങൾക്കൊരു മന്തിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ നമുക്കൊരു നല്ലൊരു കണ്ടീഷണർ കൂടെ യൂസ് ചെയ്യാം. നോർമലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഷാമ്പു യൂസ് ചെയ്യും ടൈമിലൊക്കെ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. അത് നമ്മൾ പൈസ കൊടുത്ത് നമ്മളൊരു വലിയൊരു കണ്ടീഷണർ മേടിക്കണം എന്നൊന്നും പറയുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി കണ്ടീഷണർ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി കണ്ടീഷണറുകൾ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് പാക്കാണോ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ആ പാക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മുടി, ഹെൽത്തി ആയിട്ടുള്ള മുടി, നിങ്ങൾക്ക് ഉള്ളോട് കൂടിയിട്ടുള്ളൊരു മുടി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പോവാം. നമുക്ക് നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക. അതേപോലെ ഒരു വൈഡ് കോമ്പ് ഉപയോഗിച്ച് നിങ്ങൾ മുടി ചീകാനായിട്ട് നോക്കുക. കിടക്കുന്നതിന് മുന്നേ ജടയെല്ലാം തീർത്തതിന് ശേഷം നിങ്ങൾ മെടഞ്ഞിട്ടോ അല്ലെങ്കിൽ കെട്ടിവെക്കാനായിട്ട് നോക്കുക. ഹെവി ആയിട്ടുള്ള പാക്കുകൾ അപ്ലൈ ചെയ്യാതിരിക്കുക. ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അതൊരു കണ്ടിന്യൂഷനിലായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ സിമ്പിളായിട്ടുള്ള പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ തല തോർത്തുമ്പോൾ ഹാർഡായിട്ടുള്ള തോർത്ത് ഒക്കെ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുന്നതായി സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ ഒരു ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മുടി നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാൻ, മുടി ഉള്ളോടുകൂടി വളരാനൊക്കെ നിങ്ങൾക്കും പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ലവ് യു ആൻഡ് ബൈ.